നമസ്കാരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞ കെ സുധാകരൻ MP-യുടെ വാക്കുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സുധാകരന്റെ മുഖത്ത് അത്ര നല്ല സന്തോഷമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു 2 വരി പറയുന്ന സ്ഥലത്ത് വളരെയധികം സന്തോഷവാനായും അഭിമാനത്തോടെയും മുഖം വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. കെ സുധാകരനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇറക്കുന്നത് അദ്ദേഹത്തിനല്ല, ചില ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുകയാണ്. എല്ലാ കോൺഗ്രസ് അനുയായികളും അതുപോലെ കെ സുധാകരനെ അനുനയിക്കുന്നവരെല്ലാവരും തന്നെ ആ 2 വാചകങ്ങൾ എടുക്കുന്നു. എനിക്ക് കൂട്ടുനിന്നവരാണ് എൻ്റെ യുവാക്കൾ, എൻ്റെ യുവതലമുറ, ഒരിക്കലും അടിപതറാതെ എന്നെ സഹായിച്ചവരാണ് അവരെല്ലാം, എൻ്റെ കൂട്ടാളികൾ എന്ന് സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. ആ പറയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും അഭിമാനമായി മാറുന്നത്. 2ാം വട്ടം പ്രതിപക്ഷത്തെത്തിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ തകർന്നു പോകുമെന്നാണ് എതിരാളികൾ പ്രചരിപ്പിച്ചതെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. എന്നാൽ പ്രസ്ഥാനത്തിന്റെ ഒരു ശില പോലും ഇളക്കാൻ എൻ്റെ കുട്ടികൾ എന്നെ അനുവദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അനുയായികളെ, അദ്ദേഹത്തിന്റെ യുവതലമുറയെ, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന എല്ലാ കോൺഗ്രസ് അനുയായികളെയും, പ്രത്യേകിച്ച് യുവതലമുറയിലെ ആളുകളെ കുട്ടികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എനിക്കെന്റെ പിള്ളേരുണ്ടടാ എന്ന് മോഹൻലാൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും അഭിമാനത്തോടെ എടുക്കുന്നത്. പിണറായി വിജയന്റേത് ദുർഭരണമാണെന്നും അതിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക എന്ന കടമ അവശേഷിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ തന്നെ കുറിച്ചതും സുധാകരൻ പറഞ്ഞതുമായ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെയധികം തന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്നും എല്ലാവർക്കും അഭിമാനം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഒരുപാട് സീറ്റുകൾ പിടിക്കുക എന്നത് മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസിന് ഒരു വിജയം നേടാൻ സാധിക്കും എന്നത് തന്നെ ശുഭപ്രതീക്ഷയോടെ പറയാം. കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം മുഖ്യമന്ത്രി ആയിരുന്നിട്ടും പിണറായി വിജയന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൽ തകർന്നു പോയ കോൺഗ്രസ് പ്രവർത്തകരെയാണ് 2021 പാർട്ടി എന്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നത് എന്ന് സുധാകരൻ പറയുകയുണ്ടായി. അവർക്ക് ഊർജം പകരുവാനും വീര്യം നൽകുവാനും പാർട്ടിയെ ഒരു സമര സംഘടനയായി രൂപപ്പെടുത്തുവാനും കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ പദവി ഒഴിയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. 2ാം വട്ടം പ്രതിപക്ഷത്തെ തെറ്റിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു പോകുമെന്നാണ് എതിരാളികൾ പ്രചരിപ്പിച്ചത്. എന്നാൽ പ്രസ്ഥാനത്തിന്റെ ഒരു ശില പോലും ഇളക്കാൻ എൻ്റെ കുട്ടികൾ അനുവദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അഭിമാന പുരസ്സരം പറഞ്ഞു. അതെനിക്ക് നിങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ കാണുന്നു എന്ന് പറയുന്നുണ്ട്. തുടർച്ചയായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ട് നിങ്ങൾ എതിർപ്രചാരങ്ങളെ ഇല്ലാതാക്കാൻ പാർട്ടിക്കൊപ്പം നിന്നുവെന്നും പറയുന്നു. KPCC പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത നാളു മുതൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഒരു സഹായമായി സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. പുതിയ നേതൃത്വത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് സുധാകരൻ ആശംസാ പ്രസംഗം നിർത്തിയത്. ലക്ഷ്യം നമ്മൾ നേടിയിട്ടില്ല, ഇനിയും ഏറെക്കുറെ ദൂരം പോകേണ്ടതുണ്ട്. കേരളത്തിനെ നശിപ്പിച്ച വിജയന്റെ ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക എന്ന കടമ ഇവിടെ അവശേഷിക്കുകയാണ്. നിങ്ങൾക്ക് വാക്കു തന്നതുപോലെ കേരളത്തിന്റെ സകല മേഖലകളെയും മുടിപ്പിച്ച വിജയന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ സർക്കാർ ഉണ്ടാകുവാൻ കെ സുധാകരൻ എന്ന നിങ്ങളുടെ സഹപ്രവർത്തകൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് തന്നെ ലക്ഷ്യം നേടുമെന്നും സുധാകരൻ പറഞ്ഞു. അങ്ങനെ കേരള കോൺഗ്രസിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇത് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. വൻ ജനാവലി തന്നെയായിരുന്നു ഇന്നലെ സണ്ണിക്ക് ചുറ്റും സുധാകരന് ചുറ്റും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒഫീഷ്യലായി കെ സുധാകരൻ ഇറങ്ങുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിന് ഇറങ്ങാൻ തീരെ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തതെന്ന് പറയണം. രാഹുൽ ഗാന്ധി വരെ മുന്നോട്ട് നിന്നെടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് പറയേ മതിയാകൂ. അധ്യക്ഷ സ്ഥാനത്തിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആദ്യം വിവരിച്ചത്. KPCCയുടെ പുതിയ നേതൃത്വ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞത്. തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംതൃപ്തി ഉണ്ടെന്നും ഓരോ തിരഞ്ഞെടുപ്പിലും മുന്നേറാൻ തനിക്ക് സാധിച്ചുവെന്നും അത് തന്റെ കഴിവായി തന്നെ കാണുന്നുവെന്നും അതിൽ സന്തോഷിക്കുന്നുവെന്നും കെ സുധാകരൻ കുറിച്ചു. ലോക്സഭയിലും ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയത് സുധാകരൻ പറഞ്ഞു. ചുമതല ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് മുതൽ ഒഴിയുന്നതുവരെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ജനകീയമാക്കാനും കഴിഞ്ഞെന്ന് കെ സുധാകരൻ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്.